വളരെ രുചികരമായ ചെമ്മീൻ തീയൽ തയ്യാറായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വറുത്തരച്ച ചെമ്മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. മുളക് ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി, കുരുമുളക്, ഉലുവ, മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കരിഞ്ഞു പോകാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. തേങ്ങ നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ തീയൽ തയ്യാറാക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി, പച്ചമുളക്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വറുത്തരച്ച തേങ്ങയുടെ കൂട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉള്ളി ഇതെല്ലാം വഴറ്റി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി കറിയിലോട്ട് 2 ചെറിയ കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുക. അത് ചെമ്മീനായതുകൊണ്ട് പുളി കുറച്ച് മതി. ഒരു 10 മിനിറ്റ് കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചാണ് ഇതിൽ ചേർത്തത്. ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ. കറിയൊന്ന് തിളച്ച് വരാൻ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി എടുത്ത 300 ഗ്രാം ചെമ്മീനാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ചെമ്മീൻ തീയൽ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വാങ്ങിയെടുക്കാം. വളരെ രുചികരമായ ചെമ്മീൻ തീയൽ തയ്യാറായിട്ടുണ്ട്. കുത്തരി ചോറിൻ്റെ കൂടെ ചൂടോടുകൂടി കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അഭിപ്രായം എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.